എല്ലായിടത്തും ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ ആയിട്ടാണ് ഇന്ത്യ എന്നും നിന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴിതാ ബ്രിക്സിനും G7 ഇടയിൽ ഒരു പാലമായി, ഒരു കിങ് മേക്കറായി ഇന്ത്യ മാറും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വാർഷിക അംബാസഡർമാരുടെ സമ്മേളനത്തിൽ ലോകത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞപ്പോഴാണ് ഈ വലിയ പ്രസ്താവന അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഒരു വശത്ത് ഇന്ത്യയുമായുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ, മറുവശത്ത് അമേരിക്കയുടെ കൊളോണിയൽ നയത്തെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രാൻസിന്റെ അചഞ്ചലവും വിശ്വസനീയവുമായിട്ടുള്ള സഖ്യകക്ഷിയാണ് ഇന്ത്യ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു. ഇന്ത്യയെ അഭൂതപൂർവവും ഉറച്ചതുമായിട്ടുള്ള പങ്കാളി എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചത്. അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമെന്ന് അദ്ദേഹം ഒരു പ്രധാന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. വർത്തമാനകാലത്ത് അന്താരാഷ്ട്ര ഭരണത്തിലും നിയമങ്ങളിലും വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് മാക്രോൺ ശക്തമായി പറയുന്നു. അതിൽ ഇന്ത്യക്ക് വളരെ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ബ്രിക്സിന്റെ ചെയർമാൻ എന്ന നിലയിൽ വിവിധ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഒരു പാലമായി മാറുന്നതിലൂടെ ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള, ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നേരിട്ടിട്ടുള്ള ഫ്രാൻസ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്നത്. പ്രതിരോധം, സുരക്ഷ, AI, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നിലവിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഫ്രാൻസ് പറയുന്നത്. അമേരിക്കയുടെ നിലവിലെ നയങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രംഗത്തെത്തിയത്. അമേരിക്ക സ്വയം സ്ഥാപിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാക്രോൺ പറഞ്ഞത്, അമേരിക്ക ഇപ്പോൾ അതിന്റെ പഴയതും വിശ്വസനീയവുമായ സഖ്യകക്ഷികളിൽ നിന്ന് കൂടുതൽ അകലം പാലിക്കുകയും വ്യാപാരവുമായോ സുരക്ഷയുമായോ ബന്ധപ്പെട്ട ആഗോള നിയമങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകുകയും ചെയ്യുന്നു. അമേരിക്കയുടെ ഈ മനോഭാവം അന്താരാഷ്ട്ര ക്രമത്തിന് അപകടകരമാണെന്ന് തെളിഞ്ഞേക്കാം. കാരണം അത് സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരുന്നതിനായി വർഷങ്ങളായി നിലവിലുണ്ടായിരുന്ന നയതന്ത്ര ബന്ധങ്ങളെയും മര്യാദകളെയും ദുർബലപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.